ഇതുപോലെ സ്പെഷ്യൽ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചത് കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത 1 ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക. ക്യാരറ്റ് വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടെ ചിക്കി പൊരിച്ച് എടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ കൊടുത്തയക്കാനോ അല്ലെങ്കിൽ വീട്ടിലായാലും പെട്ടെന്ന് ഒരു കറിയില്ലെങ്കിൽ മുട്ട തനിയെ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടെ വോളിയം കൂടുതലുണ്ടാവും, കുറച്ചും കൂടെ ഹെൽത്തിയുമായി. മുട്ടയിൽ നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്തതല്ലേ. അപ്പോൾ ഇനി ചീരയില, മുരിങ്ങയില ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി എല്ലാം നന്നായി ചിക്കി തോർത്തി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, പക്ഷെ നാളികേരം ഇട്ടാൽ കുറച്ചും കൂടെ നന്നാവും. പിന്നെ നമ്മുടെ കറിയുടെ കുറച്ചും കൂടെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് കൊടുക്കാൻ തികയും. അപ്പോൾ നല്ല മുട്ട ക്യാരറ്റ് തോരൻ റെഡിയായി. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കട്ടെ. അങ്ങനെ റോൾ ചെയ്തിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ ഇവിടെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു, കുറച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഇതെന്താ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഈ തോരനും പപ്പടമൊക്കെ കൂട്ടി ചെറിയ ഒരു ഊണൊക്കെ ഇങ്ങനെ നമുക്ക് തട്ടിക്കൂട്ടാം. എളുപ്പത്തിലുള്ള ഊണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തോരൻ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.